ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഒരു പ്രയാസം ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചാണ്. അതായത് വിർച്വൽ ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ആദ്യം സർക്കാർ തീരുമാനിച്ചത്. വിർച്വൽ ക്യൂ മാത്രമായിരുന്നെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണം എന്ന് നിർബന്ധം പറഞ്ഞു. കാരണം അയൽ സംസ്ഥാനങ്ങളിലെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് യാതൊരു ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുമില്ല. അവരിതൊന്നും അറിയാതെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് മല കയറാൻ പറ്റാതെ തിരിച്ചു പോയാൽ നമ്മളാണ് അതിൻ്റെ കുറ്റക്കാർ. അതുകൊണ്ട് വളരെ കർശനമായി നമ്മൾ ആ സമയത്തുള്ള ബുക്കിംഗ് കൂടി, സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടാകണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. മാത്രമല്ല 80,000 എന്ന് തീരുമാനിച്ചത് വിർച്വൽ ക്യൂ 90,000 വരെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്പോട്ട് ബുക്കിംഗ് ആകുമ്പോൾ കുറേ കൂടെ സുഗമമായി പോകും. പോലീസ് സംവിധാനവും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പന്തളത്തൊക്കെ വന്ന് കെട്ടഴിച്ച് പോകേണ്ട സ്ഥിതി വന്നു. ആ സ്ഥിതി ഈ പ്രാവശ്യം ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നിയമസഭയിൽ കൊടുത്തത്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് സംഘർഷമില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. കുഴപ്പമുണ്ടായിട്ടില്ല, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.